കൊന്നിച്ചിവ ജപ്പാൻ ഡയറീസ് ബൈ ചിയാൻചയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഡിസംബർ 30, 2020. ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് പോവുകയാണ്. ഒരു ജാപ്പനീസ് റെസ്റ്റോറൻറ്റിലാണ് ഇന്നത്തെ ഡിന്നർ. ഇത് കദോമത്സു. ന്യൂ ഇയറിൻ്റെ സമയത്ത് ജപ്പാനിലെ വീടിൻ്റെ മുന്നിലും കമ്പനിയുടെയൊക്കെ മുന്നിൽ വെക്കുന്നതാണ് ഇത്. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. പോകുന്ന വഴിയിലെ കുറച്ച് കാഴ്ചകൾ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടോക്കിയോയിലെ ഒദൈബയിലുള്ള അക്വാ സിറ്റിയിലുള്ള ഗോംപാച്ചി എന്ന ജാപ്പനീസ് റെസ്റ്റോറൻറ്റിലേക്കാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. നേരത്തെ സീറ്റ് റിസർവ് ചെയ്തിട്ടായിരുന്നു ഞങ്ങൾ പോയത്. അപ്പോൾ അവിടെ ഇരിക്കുന്നതിന് മുന്നേ ഷൂസ് ഊരിയിട്ടിട്ട് വേണം അവിടെ കയറിയിരിക്കാനായിട്ട്. ഗൊംബാച്ചി എന്ന് പറയുന്ന ഒരു തനതായ ജാപ്പനീസ് റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് കഴിക്കാനുള്ളതെന്ന് നോക്കാം. മെനു നോക്കാം. ഇംഗ്ലീഷിലുള്ള മെനു ഉണ്ട്, ജാപ്പനീസ് കൂടാതെ. അപ്പോൾ ഫോറിനേഴ്സ് വന്നാലും എളുപ്പമാണ് വായിക്കാനൊക്കെ. ഈ സീറ്റിൽ നിന്നും പുറത്തേക്ക് നോക്കിയാൽ റെയിൻബോ ബ്രിഡ്ജിൻ്റെയും കടലിൻ്റെയും നല്ലൊരു വ്യൂ കാണാൻ പറ്റും. ചാരിയിരിക്കാൻ പറ്റുന്ന കാലില്ലാത്ത കസേരയാണ് ഞങ്ങൾ റിസർവ് ചെയ്തിരുന്ന സീറ്റിലുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഫസ്റ്റ് സാധനം വന്നിട്ടുണ്ട്. ഇത് എദമാമെ. എദമാമെ എന്ന് പറയുന്നത് ബോയിൽഡ് ഗ്രീൻ സോയാബീൻസ് ആണ്. ഇതിപ്പോൾ എങ്ങനെയാണ് പൊട്ടിക്കേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ എടുത്തിട്ട് കണ്ടോ, ഇങ്ങനെ തുറന്നു വരും. എന്നിട്ട് ഇതിനകത്തെ ബീൻസ്, ആ ബീൻസ് ഇങ്ങനെയാണ് കഴിക്കേണ്ടത്. ഇനി ഞാൻ ബീൻസ് എടുത്ത് കാണിക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ബീൻസ് ഉള്ളത്. ഈ ബീൻസ് സ്നാക്ക് പോലെ നോക്കി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാം. നല്ല ഹെൽത്തിയാണ്. നമ്മുടെ അടുത്ത സാധനം വന്നിട്ടുണ്ട്. ഇത് ചിക്കൻ കരാഗി, ഫ്രൈഡ് ചിക്കൻ. നമ്മളുടെ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് ചിക്കൻ കരാഗി ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ എന്തെങ്കിലും ഒന്ന് കണ്ടു നോക്കണേ. ചിക്കൻ കരാഗി ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് ഡിഷാണ്. അപ്പോൾ ഇടയ്ക്ക് വീട്ടിലുണ്ടാക്കാറുണ്ട്. അങ്ങനെയാണ് ഒരു ദിവസം ഞങ്ങൾ അതിൻ്റെ വീഡിയോ ഇട്ടത്. ഇപ്പോൾ ജാപ്പനീസ് ട്രഡീഷണൽ ആയിട്ടുള്ള ജാപ്പനീസ് ഫുഡ് നമുക്ക് കഴിക്കണമെങ്കിൽ അതിൽ സ്ക്യൂവേഴ്സ് പ്രധാനമായിട്ടുള്ള ഒരു സാധനമാണ്. സ്ക്യൂവേഴ്സ് എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളത്. ഇത് തൊരി മൊമോ, ചിക്കൻ തൈസ് ആണ്. അതിങ്ങനെ സ്ക്യൂവറിൽ ചേർത്ത് ഗ്രില്ല് ചെയ്തതാണ്. ഇത് തനൂക്കി. തനൂക്കി എന്ന് വെച്ചാൽ മഷ്റൂമിനകത്ത് ചിക്കൻ സ്റ്റഫ് ചെയ്തതാണ്. ഇത് സുക്കുനെ, ഗ്രൗണ്ടഡ് ചിക്കൻ തന്നെയാണ് ഇതും. അപ്പോൾ സ്ക്യൂവേഴ്സ് ഇവിടെ ജാപ്പനീസ് തനതായ വിഭവത്തിൽ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു സാധനമാണ്. അപ്പം ആദ്യം തൊരി മൊമോ, ചിക്കൻ തൈസ് ട്രൈ ചെയ്ത് നോക്കാം. സൂപ്പർ, അടിപൊളി ടേസ്റ്റ്. സൂപ്പർ ടേസ്റ്റ്. വാവ്. ചാർക്കോളിലിട്ട് ഗ്രില്ല് ചെയ്തതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് അല്ലേ?
അടുത്തത് നമുക്ക് തനൂക്കി ട്രൈ ചെയ്യാം. തനൂക്കി എന്ന് പറയുന്നത് ഷിത്താക്കെ എന്ന് പറയുന്ന മഷ്റൂമിനകത്ത് ചിക്കൻ സ്റ്റഫ് ചെയ്തതാണ്. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാം. 2 കമ്പിലൊക്കെ കുത്തിയാണ് ഇത് വെച്ചേക്കുന്നത്. മഷ്റൂമിനകത്ത് നല്ല ചാർക്കോൾ ഗ്രില്ല് ചെയ്ത ചിക്കൻ്റെ ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ബട്ട് കമ്പയറിങ് ടു ഇതിന് മുന്നേ കഴിച്ച തോരി മോമോയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട തോരി മോമോൻ്റെ ടേസ്റ്റാണ്. ഇതൊരു മഷ്റൂമിൻ്റെ ടേസ്റ്റും കൂടെ വരുന്നുണ്ട്. ഇനി അടുത്തത് നമുക്ക് സുക്കുനെ കഴിക്കാം. ഇത് ഗ്രൗണ്ട് ചിക്കൻ സ്റ്റിക്കാണ്. ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ലതാണ്. ചിക്കനാണ്, പിന്നെ ചാർക്കോൾ ഗ്രില്ല് ചെയ്ത ആ ചാർക്കോളിൻ്റെ ഒരു ടേസ്റ്റും കൂടി ഉണ്ട്. നല്ലതാണ്. ആക്ച്വലി ജപ്പാനിൽ ബോണൻകായി എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ടി പോലെ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഒരു വർഷത്തിൻ്റെ അവസാനം ഫ്രണ്ട്സ് എല്ലാം കൂടി അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് എല്ലാം കൂടി കൂടിയിട്ട് ഒരു പാർട്ടി നടത്തും. അതായത് ഈ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ, ഈ ഒരു വർഷം നടന്ന കാര്യങ്ങൾ, അതിപ്പം ചീത്തയാകാം അല്ലെങ്കിൽ നല്ല കാര്യങ്ങളാകാം, അതിനെല്ലാം ഓർത്തുകൊണ്ട് ഓക്കെ ഈ വർഷം എല്ലാം കടന്നുപോയി, ഇനി അടുത്ത വർഷം കൂടുതൽ നന്നായിരിക്കും, ഹോപ്പ്ഫുള്ളി നമ്മൾ അടുത്ത വർഷത്തെ നോക്കി കാണുന്നു. അങ്ങനെയുള്ളൊരു ചെറിയ പാർട്ടിയാണ്. അതായത് എല്ലാവരും കൂടെ, ഇപ്പം ഞങ്ങളുടെ കോളേജിൽ ലാസ്റ്റ് ഇയറിലാണെങ്കിൽ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടി ഇതുപോലെ ഒരു ജാപ്പനീസ് ട്രഡീഷണൽ റെസ്റ്റോറൻറ്റിലാണ് പോയത്. ഇസക്കായ എന്ന് പറഞ്ഞ് ഇസക്കായയിൽ പോയിട്ട് എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച് പിന്നെ ആൽക്കഹോൾ കുടിക്കുന്നതെല്ലാം കുറേ കുടിക്കും, അങ്ങനെയൊക്കെ. എന്നിട്ട് എല്ലാവരും കൂടി ഭയങ്കര ഹാപ്പി ആയിട്ട് പിരിയും. അപ്പോൾ ഈ വർഷത്തിൻ്റെ ഒരു അവസാനം, അതായത് എല്ലാ വർഷവും ഡിസംബറിലായിരിക്കും ബോണങ്കായി നടത്തുന്നത്. അതുപോലെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരും അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് ഒരുപാട് വർത്താനമൊക്കെ പറഞ്ഞ് ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ച് ഓക്കെ ഈ വർഷം കടന്നുപോയി, അത് എങ്ങനെ ആയിക്കോട്ടെ, അത് കടന്നുപോയി, ഇനി അടുത്ത വർഷം നമുക്ക് നല്ലത് ചെയ്യാം എന്നുള്ളൊരു ചിന്തയോട് ചെയ്യുന്നതാണ് ബോണങ്കായി. അപ്പോൾ ഈ വർഷം കൊറോണ ആയതുകൊണ്ട് മിക്ക സ്ഥലങ്ങളിലും ഈ ബോണങ്കായി ഇല്ല. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഈ ബോണങ്കായി ഇല്ല എന്ന് പറഞ്ഞു, കൊറോണയുടെ പേടി കാരണം. അപ്പോൾ അനുവേട്ടൻ്റെ ഓഫീസിൽ ഇത്തവണ ഇല്ലായിരുന്നു. അപ്പോൾ ഞാനും അനുവേട്ടൻ വിചാരിച്ചു എങ്കിൽ പിന്നെ നമുക്ക് രണ്ടും കൂടെ പുറത്ത് പോയി ഈ ജാപ്പനീസ് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഇങ്ങനെ കഴിച്ചാലോ എന്ന്. അങ്ങനെയാണ് ഇന്ന് ഞങ്ങൾ രണ്ടും കൂടെ ഇവിടെ കഴിക്കാൻ വേണ്ടി വന്നത്. ഇത് ഞാൻ ഓർഡർ ചെയ്ത ഡ്രിങ്ക് യൂസു ഹണി സിട്രസ് സ്ക്വാഷ് ആയിരുന്നു. ആക്ച്വലി പറയാൻ വിട്ടു, നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന്. യൂസു എന്ന് വെച്ചാൽ ഒരു സിട്രസ് ഫ്രൂട്ടാണ്. അപ്പോൾ അതിൻ്റെ ഹണിയും കൂടെ ചേർത്തിട്ടുള്ളൊരു സിട്രസ് സ്ക്വാഷ് ആണ് ഇത്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന്. അപ്പോൾ ആരെങ്കിലും ഇവിടേക്ക് വരുവാണെങ്കിൽ ഇത് ട്രൈ ചെയ്യണേ. ഈ ജ്യൂസ് ഇതൊരു നോൺ ആൽക്കഹോൾ ജ്യൂസാണ്. ഇത് ഷ്രിംപ് ടെമ്പൂറ റൈസ് ബോൾ. ടെമ്പൂറയ്ക്കകത്ത് ഫ്രൈ ചെയ്തെടുത്ത് ഷ്രിംപ്, അതിനടിയിൽ റൈസ് ഉണ്ട്, ജാപ്പനീസ് റൈസ്. മുകളിൽ ടെമ്പൂറ ഷ്രിംപ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സെറ്റിൽ തന്നെ ഉള്ളതാണ് മിസോ സൂപ്പ്. പിന്നെ ഇതെന്താണ് വേട്ടെ, ഇതെന്തോ ഒരു പിക്കിളാണ്, സ്പിനാച്ചാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. പിക്കിളാണ്. ഇതൊരു സെറ്റാണ്. വെജിറ്റബിൾ ആണ്. എബി പ്രോണുണ്ട്, പ്രോണും പിന്നെ മുളകുണ്ട്. മുളകും ടെമ്പറയിൽ ഫ്രൈ ചെയ്തിട്ടുണ്ട്. നാട്ടില് പഴംപൊരി കഴിക്കുന്നതിൻ്റെ ഒരു ടെക്സ്ചറാണ് ഇതിന് ഉള്ളത്. അനുവേട്ടിന് ഹോട്ട് നിഹോൺ ഷൂ വന്നിട്ടുണ്ട്. ഹോട്ട് പേര് പോലെ തന്നെ നല്ല ചൂടുണ്ട് തുടങ്ങുമ്പോൾ തന്നെ. നിഹോൺ ഷൂ എന്ന് വെച്ചാൽ ജാപ്പനീസ് കള്ള്, അതാണ് നിഹോൺ ഷൂ. നല്ല ഹോട്ടായിട്ടുണ്ട്. അത് എന്നിട്ട് ആക്ച്വലി നല്ല ഡിസൈൻ, നല്ല ക്യൂട്ടായിട്ടുണ്ട്. അത് ഇതിൽ
ഈ ഗ്ലാസ്സിൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഈ കുട്ടി ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കും. അങ്ങനെയാണ്. എന്താണ് ഒരു ചിരിയൊക്കെ? അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്, ഈ വർഷം നമ്മൾ കുറച്ച് വീഡിയോ ഒക്കെ ഇറക്കി, നമ്മുടെ വീഡിയോ കുറേ ആളുകളിലൊക്കെ എത്തി, പിന്നെ കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ നടന്നു. അതായത് നമുക്ക് കുറച്ച് ഏറെ വ്യൂസ് കിട്ടി പല വീഡിയോയ്ക്കും. പിന്നെ നമ്മളെ പറ്റിയുള്ള ഒരു ആർട്ടിക്കിൾ ന്യൂസ് പേപ്പറിൽ വന്നു. അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തന്ന നിമിഷങ്ങളായിരുന്നു. ആ സമയത്തൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോട് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഞങ്ങൾക്ക് സമയപരിധി കാരണം അനുവേട്ടന് ഓഫീസ് തിരക്കും എനിക്ക് കോളേജിലെ തിരക്കുകളും കാരണം ഞങ്ങൾക്ക് എപ്പോഴും വീഡിയോസ് ഇടാനായിട്ട് പറ്റിയിട്ടില്ല. 2 ആഴ്ച കൂടുമ്പോഴൊക്കെയാണ് ഞങ്ങൾ മിക്കപ്പോഴും വീഡിയോ ഇട്ടിരുന്നത്. അപ്പോഴൊക്കെ ഞങ്ങളോട് അന്വേഷിക്കുന്ന ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് എന്താ വീഡിയോ ഇടാത്ത, എന്ത് പറ്റി എന്നൊക്കെ അന്വേഷിക്കാറുണ്ട് കുറേ പേര്. അതൊക്കെ ഭയങ്കര സന്തോഷം തരുന്ന നിമിഷങ്ങളാണ് ഞങ്ങൾക്ക്. അപ്പം അടുത്ത വർഷം വരുന്നു. ഇനി ഞങ്ങൾ കൂടുതൽ നല്ല വീഡിയോസ് ഇടാൻ വേണ്ടി ശ്രമിക്കും. കൂടുതൽ വെറൈറ്റി കണ്ടൻസും ഇവിടുത്തെ കൂടുതൽ കാര്യങ്ങളും ഇടാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. മിക്കവാറും ഇത് ഞങ്ങളുടെ 2020 ലാസ്റ്റ് വീഡിയോ ആയിരിക്കും. അപ്പം ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഇനിയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. പിന്നെന്താ, പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങളോട് എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയണം കേട്ടോ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ. ക്യാമറമാൻ അനുവേട്ടനോടൊപ്പം അഖില.